കൊഴുവ പീര വറ്റിച്ചത് നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ടാവും. പക്ഷെ എൻ്റെ വീട്ടിലത്തെ ഒരു പ്രത്യേക രീതിയാണ്. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് കൃഷിക്കാരാണ്. അപ്പം എൻ്റെ ഭാര്യ ഉണ്ട്, ടൗണുകാരുണ്ട്, അവൾക്ക് അറിയാത്തൊരു ഭക്ഷണങ്ങളും ഇല്ല. അപ്പം ഞാൻ ഇതിങ്ങനെ കൊഴുവ നന്നാക്കുന്നതൊക്കെ നോക്കി നിൽക്കണം. നല്ല രസമാണ് കാണിക്കാൻ, പക്ഷേ പണിയെടുക്കണം. അപ്പം എന്നോട് പറഞ്ഞു ഇതിങ്ങനെ ചേട്ടൻ ഇത് നോക്കി നിന്നിട്ട് കാര്യമില്ല, പോയിട്ട് കൊടപ്പുളി, കൊട്ടത്തേങ്ങ, കാന്താരി, മുളക് ഇതൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ നിന്ന് നോക്കി നന്നായി പറഞ്ഞു. അപ്പോൾ ഉണ്ടല്ലേ നല്ല പഴുത്തത് വേണം, അത് പഴുത്തത് വേണ്ടത് പച്ച. അപ്പോൾ പച്ച കാന്താരി മുളകും ഒട്ടിച്ചു. കൊട്ടത്തേങ്ങ ഇനി പറമ്പിലുണ്ടോ നോക്കണം. അപ്പോൾ ഉണക്കത്തേങ്ങ കഴിഞ്ഞിട്ടുണ്ട്, കൊട്ടത്തേങ്ങയാണ്. അപ്പോൾ ഇതങ്ങോട്ട് വെട്ടി പൊളിച്ചു കൊടുത്താൽ മതി അവൾക്ക്. അപ്പോൾ എൻ്റെ പണി കഴിയും. അപ്പോൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇത് കൊണ്ടായിട്ട് ചുട്ടു കൊണ്ടുവരാൻ. പണ്ടൊന്നൊക്കെ അടുപ്പിലിട്ട് ചുട്ടാൽ മതി. ഇപ്പോൾ ഉണ്ടല്ലേ മുറ്റത്ത് തീ കൂട്ടണം. അപ്പം മുറ്റത്ത് വെച്ചാൽ മണ്ണിൽ തീ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് ആഗസ്റ്റ് മാസം മഴയാണെങ്കിൽ തോരാത്ത മഴയാണ്. അപ്പം ഞാൻ ഒരു മരത്തടിയുടെ മുകളിൽ വെച്ചിട്ട് തീ കൊടുത്തു. അപ്പോൾ ആദ്യം കൊടപ്പുളി ഇങ്ങോട്ട് ചുട്ടെടുത്തു. വേവ് കൂടിയാന്നുള്ളത് അവൾക്ക് അറിയുള്ളൂ, ഇനി അത് കുണ്ടായി കൊടുക്കുമ്പോൾ അറിയാം. അപ്പം ഇനി കൊട്ടത്തേങ്ങ കൂടി അങ്ങോട്ട് ചുടാം. സബിത, ഈ കൊട്ടത്തേങ്ങ അങ്ങനെ നല്ല കരിയണ വരെ ചൂടാക്കണോ? വേണ്ട, എന്നാൽ ശരി, ഇത് പോരെ, നോക്കി അങ്ങോട്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളുണ്ടായിട്ട് അത് വെട്ടി നോക്കി മിക്സിയിലിട്ട് കൊട്ടത്തേങ്ങയും കാന്താരി മുളകും ആ ചുട്ട കൊടപ്പുളി കൊണ്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കണ്ടില്ലേ. അപ്പോൾ കുറച്ച് കൊടപ്പുളി നമ്മുടെ വേളാങ്കണ്ണി ചട്ടിയിലിട്ടിട്ട് വേവിച്ചുകൊണ്ടിരിക്കണം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. ഇതേ നമ്മുടെ കൊഴുവ സൂപ്പർ കൊഴുവാണ്, കണ്ടില്ലേ, വെളുന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഭക്ഷണം റെഡിയാവും. കണ്ടില്ലേ, ഒന്ന് ഇളക്കി അങ്ങോട്ട് മറിക്കുക. അപ്പോൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിനിടുക. അപ്പം മുളക് പൊടിയൊന്നും നമ്മൾ ഇടില്ല കേട്ടോ. മുളക് പൊടിക്ക് പകരമാണ് ഈ കാന്താരി മുളകും കൊട്ടത്തേങ്ങയും നമ്മളുടെ കൊടപ്പുളി അരച്ചതും. കുറച്ച് വേപ്പല, ആവശ്യത്തിനുള്ള വേപ്പല ഇട്ടുണ്ട്. ഇത് അരപ്പൊക്കെ ഇട്ടു. സംഗതി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കണ്ടാവുള്ളൂ, കണ്ടോ. എന്താ സ്വാദ്. ഈ നാടൻ കൃഷിക്കാരനും അവൻ്റെ പെണ്ണൊരു പട്ടണക്കാരി, ടൗണിലെ എന്താ സുഖം എന്നറിയാം ജീവിതം, കണ്ടോ. ഇതുപോലെയാണ് നമ്മളുടെ ഭാര്യയുടെ സ്വഭാവം വേറെ ആയിരിക്കും, എൻ്റെ സ്വഭാവം വേറെ. അപ്പം മിക്കവാറും ആൾക്കാരുടെയൊക്കെ ഇത് തന്നെയായിരിക്കും. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ട് കൈകോർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മളെ തോൽപ്പിക്കാൻ ഒരാളും പറ്റില്ല, കണ്ടില്ലേ. അപ്പോൾ ഈ കൃഷിക്കാരന് ഒരു പട്ടണത്തിലെ ഭാര്യയും കണ്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാ സാധനമാണ് ഫ്രഷ്. അപ്പോൾ കണ്ടില്ലേ, തൈരൊക്കെ വെച്ച് എന്നിട്ട് പച്ചമുളക് അതൊക്കെ ഭംഗിക്കാന്ന്. എന്തായാലും ആവട്ടെ, എങ്ങനെയായാലും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം. അപ്പം നിങ്ങളും അത് ഇതുപോലെ സാളൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കുക. ആവശ്യക്കാർക്ക് ഫോൺ